ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്ന സർവകൃപാലുവായ ദൈവത്തിന് സ്തുതി, സ്തോത്ര, ബഹുമാനങ്ങൾ ഞാൻ അർപ്പിക്കുന്നു. മരിച്ചവരിൽ നിന്ന് ആദ്യജാതനായി ഉയർത്തെഴുന്നേറ്റ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലെ സ്നേഹവും വന്ദനവും ഏവരെയും അറിയിക്കട്ടെ. ഒന്ന് രണ്ട് ദിവസങ്ങളിലെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും എബ്രായ ലേഖന പഠനത്തിനായി കർത്താവിൻ്റെ സന്നിധിയിൽ കൂടി വന്നിരിക്കുന്നു. നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. ആ ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നത് കർത്താവായ യേശുക്രിസ്തു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം അവിടെ പറയുന്നത് പിതാവായ ദൈവത്തിൻ്റെ സാക്ഷ്യം, പിതാവായ ദൈവത്തിൻ്റെ പുത്രനെക്കുറിച്ചുള്ള സാക്ഷ്യം നിമിത്തം, അഥവാ പിതാവായ ദൈവത്തിൻ്റെ പുത്രനെക്കുറിച്ചുള്ള വിളംബരം, പ്രഖ്യാപനം നിമിത്തം യേശുക്രിസ്തു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനായിരിക്കുന്നു. അവിടെ പിതാവ് ഏറ്റുപറഞ്ഞ, സാക്ഷ്യപ്പെടുത്തുന്ന, പ്രഖ്യാപിക്കുന്ന, വിളംബരം ചെയ്യുന്ന വസ്തുതകളെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു. അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. 8 തൊട്ട് 12 വരെയുള്ള വാക്യങ്ങളിൽ കഴിഞ്ഞ ദിവസവും നമ്മൾ പഠിച്ചതുപോലെ അത് പിതാവ് തന്നെ പറയുന്നതാണോ എന്നതിൽ ചില പഠിതാക്കൾക്ക് സംശയമുണ്ട്. എന്നാലും ഇവിടെ നമ്മൾ കാണുന്നത് വെരി സ്വീറ്റ് കമ്മ്യൂണിയൻ വിത്തിൻ ദ ഹോളി ട്രിനിറ്റി. പരിശുദ്ധ തൃത്വത്തിനകത്ത് പിതൃപുത്ര പരിശുദ്ധാത്മാവാം ദൈവം ആ പരിശുദ്ധ തൃത്വത്തിനകത്ത് നടത്തുന്ന ഒരു മനോഹരമായ ആശയവിനിമയമാണ്. ചിലയിടത്ത് പിതാവ് നേരിട്ട് പുത്രനോട് സംസാരിക്കുന്നു, ചിലയിടത്ത് പുത്രനെ കുറിച്ചു പറയുന്നു, ചിലയിടത്ത് പരിശുദ്ധാത്മാവ് പറയുന്നതായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് പരിശുദ്ധ തൃത്വത്തിന് അകത്ത് നടക്കുന്ന സംഭാഷണമായി നമുക്കതിനെ കാണുവാൻ കഴിയുന്നത്. 8-ാമത്തെ വാക്യം നമുക്കൊന്നും കൂടെ വായിച്ചു നോക്കാമല്ലോ. പുത്രനോടോ, ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്, നിന്റെ രാജ്യത്വത്തിന്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ. സ്തോത്രം. അടുത്ത വാക്യവും കൂടെ. നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദ്വേഷിക്കുകയും ചെയ്തിരിക്കിയാൽ, ദൈവമേ, നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നും. 8-ാമത്തെ വാക്യത്തിൽ പുത്രനോട് പിതാവ് പറയുന്നതായി നമുക്ക് മനസ്സിലാക്കാം. 9-ാമത്തെ വാക്യത്തിൽ
മൂന്നാമതൊരാൾ പുത്രനോട് പറയുന്നതായി നമുക്ക് തോന്നിപ്പോകും. നീ നീതിയെ ഇഷ്ടപ്പെട്ടു, ദുഷ്ടതയെ ദ്വേഷിക്കുകയും. അപ്പം നീതിയെ ഇഷ്ടപ്പെട്ടു, 2 ദുഷ്ടതയെ ദ്വേഷിച്ചു. ഈ 2 കാരണങ്ങളാൽ ദൈവമേ നിന്റെ ദൈവം, സ്തോത്രം, ദൈവമേ നിന്റെ ദൈവം. ഇപ്പൊ പുത്രനെ ദൈവമേ എന്ന് അവിടെ സംബോധന ചെയ്യുന്നു, പിതാവിനെയും ദൈവമെന്ന് അവിടെ പ്രസ്താവിച്ചിരിക്കുന്നു. 110 സങ്കീർത്തനത്തിൽ ഇതുപോലെ തന്നെ യഹോവ എൻ്റെ കർത്താവിനോട് എന്നതുപോലെ തന്നെ ഇവിടെ പറയുകയാണ്. സ്തോത്രം. അപ്പോൾ ഇവിടെ ആ മൂന്നാമതായി സംസാരിക്കുന്ന ആളിനെ പരിശുദ്ധാത്മാവായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ട്രിനിറ്റിക്കകത്ത്, ത്രിയേകത്വത്തിനകത്ത് നടന്ന മധുര സംഭാഷണം എന്ന് നമുക്ക് ഈ വാക്യങ്ങളെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. എന്നിട്ട് അടുത്ത വാക്യങ്ങളിലും അതുപോലെ തന്നെ നാം കാണുന്നു. സ്തോത്രം. വളരെ മനോഹരമായ ത്രിയേക ദൈവത്തിൻ്റെ ഒരു കൂടിക്കാഴ്ചയും ആശയവിനിമയവും ഏറെ ഹൃദയസ്പർശിയാണ്. ഹൃദ്യമായി നമുക്കത് മനസ്സിലാക്കാം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വ നിഷേധികളായി ഈ ലോകത്തിൽ വെറും മണ്ണുകൊണ്ട് മെനയപ്പെട്ട മനുഷ്യരുള്ളപ്പോൾ, സ്തോത്രം, അത്യുന്നതനായ നിസ്തുലനായ ദൈവം തന്നെ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ ഇവിടെ നമുക്ക് മുമ്പിൽ വിളംബരം ചെയ്യുകയാണ്. നമ്മൾ സാധാരണ പറയുന്നത് പോലെ പൊടിയിൽ നിന്നും ഉത്ഭവിച്ച മൺപുരകളിൽ പാർത്ത് പുഴു പോലെ ചതഞ്ഞു പോകുന്ന മനുഷ്യന്മാർ പലരും ഈ അക്ഷയനായ ദൈവത്തിൻ്റെ ദൈവത്വത്തെ നിഷേധിക്കുമ്പോഴാണ് സാക്ഷാൽ ദൈവപിതാവ് തന്നെ പുത്രൻ്റെ ദൈവത്വത്തെ പരസ്യമായി വിളംബരം ചെയ്യുന്നത്. സ്തോത്രം. യേശുക്രിസ്തുവിനെ ദൈവവും, ഇങ്ങനെ വേണമെങ്കിൽ പറയാം, പിതാവും പരിശുദ്ധാത്മാവും മനുഷ്യരും ദുരാത്മാക്കളും, സ്തോത്രം, ഒരുപോലെ ദൈവമെന്ന് സംബോധന ചെയ്തിട്ടുണ്ട്. ദൈവമെന്ന് സംബോധന ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെ നാം കാണുന്ന ആ മനോഹരമായ കാഴ്ചയാണ്. സ്തോത്രം. നമുക്കറിയാം, ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ കാണാതെ വിശ്വസിക്കത്തില്ല എന്ന് യേശുക്രിസ്തുവിൻ്റെ കൈകളിലെ ആണിപ്പഴുതുകളിൽ വിരലിടാതെയും വിലാപ്പുറത്ത് കൈയിടാതെയും വിശ്വസിക്കില്ലെന്ന് പറഞ്ഞ തോമസിൻ്റെ കാര്യം യോഹന്നാൻ 20:28 വാക്യം, ജോൺ 20:28. തോമസ് അവനോട്, എന്റെ കർത്താവും എന്റെ ദൈവവും ആയുള്ളവേ എന്ന് ഉത്തരം പറഞ്ഞു. സ്തോത്രം. പശ്ചാത്തലം നമുക്കറിയാം. ഇങ്ങനെ പറഞ്ഞിരുന്ന തോമസിന്റെ അടുക്കൽ യേശു കർത്താവ് വന്നിട്ട്
തോമസേ, എന്നാ വിരലിട, ദാ നിന്റെ കൈ ഇങ്ങോട്ട് നീട്ട എന്നൊക്കെ പറഞ്ഞു. എന്നാൽ അവനൊന്നും ചെയ്തില്ല, ചെയ്യേണ്ടതായിട്ട് വന്നില്ല. അല്ലാതെ തന്നെ അവന് മനസ്സിലായപ്പോൾ ഞാൻ ഭാവന കാണുകയാണ്. മുട്ടുകുത്തി കർത്താവിൻ്റെ പാദങ്ങളെ ചുംബിച്ചുകൊണ്ട് സാഷ്ടാംഗം പ്രണമിച്ച് വിളിച്ചു പറഞ്ഞ പ്രസ്താവനയാണിത്. എൻ്റെ കർത്താവും ദൈവവും ദൈവവുമായുള്ളവേ, എൻ്റെ കർത്താവും ദൈവവുമായുള്ളവേ. സ്തോത്രം. ഒരുപക്ഷെ അതുവരെ തങ്ങളുടെ കൂട്ടത്തിലെ ഒരുവൻ എന്ന നിലയിൽ ഒരു യഹൂദൻ, ഒരു റബ്ബി എന്നൊക്കെയുള്ള നിലയിൽ മാത്രമേ തോമസിന് അംഗീകരിക്കാൻ കഴിഞ്ഞിരുന്നുള്ളായിരിക്കാം. അതുകൊണ്ടാണല്ലോ കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന് പോലും അവന് വിശ്വസിക്കാൻ കൂടെയുള്ളവർ പറഞ്ഞിട്ടും സാധിക്കാതിരുന്നത്. പക്ഷേ ഇപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പ് സാധിച്ചപ്പോൾ, യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് കണ്ടപ്പോൾ തോമസിൻ്റെ സംശയങ്ങളൊക്കെ മാറി. ഒരുപക്ഷെ അവൻ്റെ കാഴ്ചപ്പാട് തന്നെ യേശുവിനെ പറ്റിയുള്ളത് മാറി. എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ എന്ന വലിയ ഒരു നിലവിളിയോടെ യേശുവിൻ്റെ ദൈവത്വത്തെ അംഗീകരിക്കുക. സ്തോത്രം. ദൈവത്വത്തെ അംഗീകരിക്കുക. പൗലോസ് അപ്പോസ്തലൻ തീത്തോസിന്റെ ലേഖനത്തിൽ യേശുവിനെ വിളിക്കുന്നത് ടൈറ്റസ് 2:13, 2:13 തീത്തോസ്, മഹാദൈവം. യേശുക്രിസ്തുവിനെ പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത് മഹാദൈവമെന്ന പദത്തിൻ്റെയൊക്കെ അർത്ഥങ്ങൾ നമ്മുടെ കർത്താവിൻ്റെ ദൈവത്വം. സ്തോത്രം. അത് നമുക്കേറെ ആഹ്ലാദം തരുന്നതാണ്. തീത്തോസ് തന്നെ 3:4 കൂടെ 3:4. എന്നാൽ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ ദയയും മനുഷ്യപ്രീതിയും ഉദിച്ചപ്പോൾ. സ്തോത്രം. രക്ഷിതാവായ ദൈവം. ഇപ്പം ഇവിടെ എല്ലാം നമ്മൾ കാണുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ. ഈ കൂട്ടത്തിലുള്ള ആർക്കും യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ സംശയമില്ലെന്ന് എനിക്കറിയാം. എങ്കിലും സ്തോത്രം, ഒന്നുകൂടെ നമുക്കത് ഉറപ്പിക്കാം. സ്തോത്രം. കഴിഞ്ഞ ദിവസം ഞാൻ എവിടെയോ ഓൺലൈനിൽ വായിച്ച ഒരു ചെറിയ സംഗതി, അത് ഇന്നലെയും ഞാൻ പ്രസംഗിച്ചെടുത്ത് പറഞ്ഞു. ഒരാളുടെ ഭാവനയിൽ എഴുതാണെന്ന് തോന്നുന്നു, അതോ ഒരാൾ തന്നോട് ചോദിച്ചു എന്നും പറഞ്ഞുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. എങ്ങനെയോ ആകട്ടെ, ഒരു വിശ്വാസിയായ സഹോദരനോട് മറ്റൊരാൾ ചോദിക്കുക, നിങ്ങൾ യേശു ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇപ്പം ജീവിക്കുക, നിങ്ങളങ്ങ് സ്വർഗത്തിലും ചെന്നെന്നിരിക്കട്ടെ, അവിടെ അങ്ങ് യേശുവിനെ കാണുന്നില്ല. മരിച്ച് അങ്ങ് സ്വർഗത്തിൽ ചെന്നപ്പോഴാ യേശു ഒരു മിഥ്യയായിരുന്നു, അയഥാർത്ഥ്യമായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നത്. നിങ്ങൾക്ക് എന്തു തോന്നും? അദ്ദേഹം പറഞ്ഞു, എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നത്തില്ല. ഇനി യേശു അയഥാർത്ഥ്യമാണെന്ന് ഞാൻ അന്ന് അവിടെ ചെന്നിട്ട് തിരിച്ചറിയുകയാണെങ്കിൽ പ്രത്യേകിച്ച് എനിക്കൊന്നും നഷ്ടബോധം തോന്നത്തില്ല. കാരണം
യേശു ഉണ്ടെന്നും പറഞ്ഞ് ജീവിച്ചതുകൊണ്ട് എനിക്ക് നഷ്ടമൊന്നും ഉണ്ടായില്ല. ഒരു നല്ല മനുഷ്യനായിട്ട് ജീവിക്കാൻ, സാൻമാർഗികതയോടെ നീതിബോധത്തോടെ ഒക്കെ ജീവിക്കാൻ, ഒരു നല്ല അപ്പനായി, നല്ല ഭർത്താവായി, നല്ല മകനായി, നല്ല അയൽക്കാരനായി, നല്ല പൗരനായിട്ട് ജീവിക്കാൻ ആ ബോധം എന്നെ സഹായിച്ചിട്ടേ ഉള്ളൂ. അത് ഇനി ഞാനങ്ങ് മരിച്ചു ചെന്ന് കഴിയും യേശു എന്നൊരു കഥാപാത്രം പോലും ഇല്ല എന്ന് എനിക്ക് നഷ്ടബോധമൊന്നും ഉണ്ടത്തില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു. നീ അല്ല, നിങ്ങളിപ്പം യേശു ഇല്ലെന്നും പറഞ്ഞല്ലേ ജീവിക്കുന്നേ? നിങ്ങൾ മരിച്ചങ്ങി ചെല്ലുമ്പം അപ്പോഴാ തനിക്ക് മനസ്സിലാകുന്നത് യേശു സത്യമായിരുന്നു, യേശു എന്നൊരാളുണ്ട്, ആ യേശുവിൽ കൂടെ മാത്രമേ നിത്യജീവനുള്ളൂ, ആ യേശു മഹാദൈവമാണ്, ന്യായാധിപനാണ്, രാജാവാണ് എന്നിങ്ങനെ ക്രിസ്തുവിനെക്കുറിച്ചും ക്രിസ്തു സംബന്ധമായി പറഞ്ഞതുമായ എല്ലാ കാര്യങ്ങളും സത്യമാണ് എന്ന് അന്ന് തെളിഞ്ഞാൽ നീ എന്തോ ചെയ്യും? എനിക്ക് നഷ്ടപ്പെടാൻ ഏതായാലും ഒന്നുമില്ല. യേശുവിനെ കണ്ടില്ല, വേണ്ട, പോട്ടെ, സാരമില്ല. പക്ഷേ നീ യേശു ഇല്ലെന്നും പറഞ്ഞ് ഇങ്ങനെ ജീവിച്ചിട്ട്, യേശുവിൽ വിശ്വസിക്കാതിരുന്നിട്ട്, യേശുവിനെ നിഷേധിച്ചിട്ട്, യേശുവിൻ്റെ ദൈവത്വത്തെ നിഷേധിച്ചിട്ട്, അരുതാത്തതൊക്കെ ചെയ്ത് ഇങ്ങനെ ജീവിച്ച നീ അവിടെ ചെല്ലുമ്പോൾ യേശു നിന്നെ ന്യായം വിധിക്കാൻ അവിടെ ഇരിക്കുകയാണെങ്കിൽ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്തോത്രം. ഞാൻ പറഞ്ഞു വന്നതിന് സാരം മനസ്സിലായോ? യേശുവിനെ ഏതായാലും നമുക്കുറപ്പുണ്ട്, യേശു എന്നത് ഒരു സാങ്കല്പിക കഥാപാത്രം അല്ല. യേശു ഒരു സങ്കല്പമല്ല. യേശു ഒരു മിഥ്യയല്ല. Jesus is not unreal. He is not just a character of, what do you say, a fiction. We know he is real. And therefore, we have nothing to lose. Even in this world, that recognition of Jesus' reality, that acknowledgement of Jesus' deity, that actually helps us to be a good human being, a moral person, rather a spiritual person, and we have nothing to lose. Even in this world, when we reach there, we have a God Himself who will take us home with Him, who will share His glory with us. ഇന്ന് നമുക്ക് ആ കർത്താവിനെ തിരിച്ചറിയാൻ ഭാഗ്യം നൽകപ്പെട്ടല്ലോ. ആയതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രൈസ് ഗോഡ്. വേദപുസ്തകത്തിനകത്ത് സാത്താൻ ഉൾപ്പെടെ ഉള്ളവരെ ദൈവമെന്ന് വിളിച്ചിട്ടുണ്ട് കേട്ടോ. സാത്താൻ ഉൾപ്പെടെ ഉള്ളവരെ ദൈവമെന്ന് ബൈബിൾ സംബോധന ചെയ്യുന്നുണ്ട്. അറിയാമല്ലോ. സാത്താനെ ഏത് ദൈവമെന്നാണ് വിളിക്കുന്നത്?
ഈ ലോകത്തിന്റെ ദൈവം. ഈ ലോകത്തിന്റെ ദൈവം. 2 കൊരിന്ത്യർ 4:4. ഈ ലോകത്തിന്റെ ദൈവം. യേശുക്രിസ്തു അവനെ യോഹന്നാന്റെ സുവിശേഷത്തിൽ വിളിക്കുന്നത് ലോകത്തിന്റെ പ്രഭു എന്ന, പ്രിൻസ് ഓഫ് ദിസ് വേൾഡ് എന്ന. ലോകത്തിന്റെ പ്രഭു വരുന്നു, വാ നമുക്ക് പോകാം, അവനുമായി എനിക്കൊരു കാര്യമില്ല. അപ്പൊ സാത്താനെ ഉൾപ്പെടെ ഉള്ളവരെ ദൈവമെന്ന് ബൈബിളിൽ സംബോധന ചെയ്യുന്നുണ്ട്. മനുഷ്യരെ ദൈവം ദേവന്മാർ എന്ന് സംബോധന ചെയ്തിട്ടുണ്ട്, ദേവന്മാരെന്ന്. പക്ഷെ ആ ഗണത്തിൽ യേശുവിനെ കൂട്ടരുത്. അങ്ങനെ സാത്താനെ അവരെ ദൈവം ഒന്ന് വിളിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് നിർത്തരുത്. ഇവിടെ വേദപുസ്തകം വിശ്വസിക്കുന്ന ദൈവവചന വിശ്വാസികളോടാണ് ഞാൻ സംസാരിക്കുന്നത് എന്നതുകൊണ്ട് ഊന്നിപ്പറയുന്നു. നമ്മുടെ പിതാവായ ദൈവം തന്നെയാണ് പുത്രനെ ദൈവമേ എന്ന് സംബോധന ചെയ്തിരിക്കുന്നത്. സ്തോത്രം. ആ ത്രിയേകത്വത്തിലെ ആ മധുര സംഭാഷണം ക്രിസ്തുവിനോടുള്ള നമ്മുടെ ഭക്തിയും ആദരവും വർദ്ധിപ്പിക്കുന്നതായി തീരട്ടെ. സ്തോത്രം. അപ്പോൾ ഇവിടങ്ങളിൽ ഈ വാക്യങ്ങളിൽ നാം കാണുന്നത് യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ പിതാവായ ദൈവവും ത്രിയേകത്വത്തിനകത്തും അംഗീകരിച്ചുകൊണ്ടുള്ള ഏറ്റുപറച്ചിലാണ്. അതിനാൽ യേശു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ ആയിരിക്കുന്നു. സ്തോത്രം. അതുപോലെ യോഹന്നാനും യേശുവിനെ വിളിക്കുന്നത് 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ തന്നെ നമുക്കറിയാം. വചനം ദൈവമായിരുന്നു എന്ന് പറയുന്ന ഭാഗം. ആദിയിൽ വചനം ഉണ്ടായിരുന്നു എന്ന് തുടങ്ങുന്ന യോഹന്നാന്റെ പ്രസ്താവന. സ്തോത്രം. യോഹന്നാന്റെ പ്രസ്താവന. അപ്പം ഈ ലോകത്തിലെ മനുഷ്യരെയോ സാത്താനെ പോലുമോ ദൈവങ്ങളെന്ന് വിളിച്ചിട്ടുണ്ട് എന്ന ഗണത്തിൽ ക്രിസ്തുവിനെ പെടുത്താതെ യേശുക്രിസ്തുവിന് ദൈവത്വത്തിൻ്റെ ആ പൂർണ്ണത നമുക്ക് കാണുവാൻ സാധിക്കുന്നു. നമ്മൾ നേരത്തെയും ഈ എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൽ വെച്ച് തന്നെ പഠിച്ച കാര്യമാണ്. ദൈവത്വത്തിൻ്റെ ഏറ്റവും വലിയ അധികാരം എന്താണെന്നുള്ളത്. സ്തോത്രം. ഓർമ്മ കാണുമല്ലോ, ദൈവത്വത്തിൻ്റെ ഏറ്റവും വലിയ അധികാരം. To forgive sins? Yes, to forgive sins. പാപങ്ങളെ ക്ഷമിക്കുന്നതിനുള്ള അധികാരം. ഈ ദൈവങ്ങളെന്ന് വിളിക്കപ്പെട്ട സാത്താനോ ലോകത്തിലെ ന്യായാധിപന്മാർക്കോ ആർക്കും പാപങ്ങളെ ക്ഷമിക്കുന്നതിനുള്ള അധികാരമില്ല. ക്രിസ്തുയേശുവിന് മാത്രം. സ്തോത്രം. മറ്റൊന്നാണ് ദൈവത്വത്തിൻ്റെ ഏറ്റവും വലിയ വിശിഷ്ട സ്വഭാവം. അതും നമ്മൾ കണ്ടതായിരുന്നു. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ അധികാരം, ദൈവത്വത്തിൻ്റെ ഏറ്റവും വലിയ അധികാരം പാപങ്ങളെ ക്ഷമിക്കുന്നതിനുള്ള അധികാരം. ദൈവത്വത്തിൻ്റെ ഏറ്റവും വലിയ പ്രകൃതം, ഏറ്റവും വലിയ സ്വഭാവ വൈശിഷ്ട്യം എന്ന് പറയുന്നത്
റൈച്ചസ്നെസ്. വേറെ ആരോ അതുകൊണ്ട് He പറഞ്ഞത്? cannot lie. കനോട്ട് ലൈ. മറ്റെന്തെങ്കിലും? goodness, സ്നേഹം. Pastor, goodness, ഗുഡ്നെസ്. പാപം ചെയ്യാത്തവൻ, പാപം ചെയ്യാത്തവൻ, പാപം ഇല്ലാത്തവൻ. Holiness. ഹോളിനെസ്, പാപരഹിത പരിശുദ്ധി. ഏതാണ്ട് അതിൻ്റെ മറ്റൊരു ഭാഷ്യമാണ് നമുക്ക് ഈ വാക്യങ്ങളിൽ കാണുവാൻ സാധിക്കുന്നത്. എന്തുവാ? നീതി, റൈച്ചസ്നെസ്. സ്തോത്രം. ഈ രണ്ട് കാര്യങ്ങൾ മറക്കരുത്. ദൈവത്വത്തിൻ്റെ ഏറ്റവും വലിയ അധികാരം, ദൈവത്വത്തിൻ്റെ ഏറ്റവും വലിയ വിശേഷ്യത, വിശിഷ്ടത പരിശുദ്ധി. പാപം ഇല്ലാത്ത അവസ്ഥ, പാപം ചെയ്യാത്ത അവസ്ഥ, ചെയ്യാൻ കഴിയാത്ത അവസ്ഥ. അതിനെയാണ് നമ്മളിപ്പോൾ വായിച്ച ഈ 8 തൊട്ടുള്ള വാക്യങ്ങളിൽ നീതിമാൻ, നീതിമാൻ എന്ന് വിളിച്ചിരിക്കുന്നത്. സ്തോത്രം. നിന്റെ ചെങ്കോൽ നീതിയുള്ള ചെങ്കോൽ. നീ നീതിയെ ഇഷ്ടപ്പെട്ടു. ആ നീതിയുടെ, വിശുദ്ധിയുടെ മറ്റൊരു ഭാഗമാണ് ദുഷ്ടതയെ ദ്വേഷിക്കുക എന്നത്. സാത്താനെ ദൈവമെന്ന് വിളിച്ചിട്ടുണ്ട്, ശരിയാ. പക്ഷേ അവന് പാപങ്ങൾ ക്ഷമിക്കാനുള്ള അധികാരം ഇല്ല. അവൻ്റെ സ്വഭാവത്തിൽ പാപമേ ഉള്ളൂ. അവനെ പാപത്തിൻ്റെ ഒക്കെ അപ്പനെന്നാണ് കർത്താവ് വിളിച്ചിരിക്കുന്നത്. അവൻ ഭോഷ്ക് പറയുന്നവനും ഭോഷ്കിൻ്റെ അപ്പനുമാണ്. അതുപോലെ ലോകത്തിലെ ന്യായാധിപന്മാർ, ദേവന്മാരെന്ന് വേദപുസ്തകം സംബോധന ചെയ്യുന്ന ലോകത്തിലെ രാജാക്കന്മാർ, ന്യായാധിപന്മാർ, അവരും ആരും പാപം ക്ഷമിപ്പാൻ അധികാരമുള്ളവരല്ല. അവരും ആരും പാപരഹിത പരിശുദ്ധിയുള്ളവരും അല്ല. അതുകൊണ്ട് ആ കൂട്ടത്തിൽ, അവരുടെ ആരുടെയും കൂട്ടത്തിൽ നമുക്ക് യേശുവിനെ കൂട്ടേണ്ടതില്ല. അവൻ വ്യത്യസ്തനായ, പരമോന്നതനായ, തുല്യം ചൊല്ലാൻ ഒക്കാത്തതായ ദൈവമാണ്. സ്തോത്രം. അതാണ് നാം ആവർത്തിച്ച് ഇവിടെ കാണുന്നത്. സ്തോത്രം. അവൻ നീതിമാൻ, നീതിയെ ഇഷ്ടപ്പെടുന്നു. സ്തോത്രം. രാജത്വത്തിൻ്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ. യേശു കർത്താവിനുള്ള ഈ ഗുണങ്ങളൊക്കെ, ഈ ഗുണങ്ങളും ഈ അധികാരങ്ങളും ഒക്കെ സാത്താൻ ഉൾപ്പെടെ ഉള്ളവർക്കുണ്ടായിരുന്നെങ്കിൽ അവരെ നമുക്ക് യേശുവിനെ ദൈവമെന്ന് വിളിക്കുന്നത് പോലെ തന്നെ വിളിക്കാമായിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷേ അവർക്കാർക്കും ഈ യോഗ്യതകൾ ഒന്നുമില്ല. ഈ യോഗ്യതകളൊന്നുമില്ല. ഈ ദൈവത്വത്തിൻ്റെ മുഴുവൻ യോഗ്യതകളും ഉള്ളത് ക്രിസ്തുവിന് മാത്രം. സ്തോത്രം. അതുകൊണ്ടാണ് നാം ക്രിസ്തുവിനെ മാത്രം ദൈവം എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ കർത്താവ് എന്ന് വിളിക്കുന്നത്. വേറെ ആരെയും നമ്മൾ അങ്ങനെ കാണാത്തത്. സ്തോത്രം. അതെല്ലാം ഇപ്പോഴത്തെ പാപ്പായ്ക്ക്, പോപ്പിന് അത്രയും തെളിച്ചവും വെളിച്ചവും കിട്ടി. യേശു മാത്രമേ
രക്ഷകനായിട്ടുള്ളൂ. ഒരു സഹരക്ഷകന്മാരും സഹരക്ഷകരും ഇല്ല എന്ന് ലോകത്തോട് ആ മനുഷ്യൻ വിളിച്ചു പറഞ്ഞു. അതെ, ക്രിസ്തു അല്ലാതെ യേശുവിനെ പ്രസവിച്ച അമ്മ മറിയയ്ക്ക് പോലും ആ പദവി ലഭ്യമല്ല. സ്തോത്രം. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വം ബാക്കിയുള്ള ദൈവങ്ങളെന്ന് ദേവന്മാരെന്ന് വിളിച്ചിട്ടുള്ളവർക്കാർക്കും അവകാശപ്പെടാൻ കഴിയാത്തതുപോലെയുള്ള നിസ്തുലത യേശുക്രിസ്തുവിലുണ്ട്. ദൈവത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, തന്നിൽ തന്നെ ജീവനുണ്ടായിരിക്കുക. യോഹന്നാന്റെ സുവിശേഷം 5-ലും 10-ലും നിന്ന് നമ്മൾ ആ കാര്യം പല പ്രാവശ്യം പഠിച്ചിട്ടുള്ളതാണ്. തന്നിൽ തന്നെ ജീവനുള്ളവനായിരിക്കുക. ഈ പറയപ്പെട്ടവർക്കാർക്കും തന്നിൽ തന്നെ ജീവൻ ഇല്ലാത്തവരാണ്. എന്നാൽ നമ്മുടെ കർത്താവ് തന്നിൽ തന്നെ ജീവനുള്ളവനെന്ന് മാത്രമല്ല, ആ ജീവൻ വെച്ചു കൊടുക്കാനും ആ കൊടുത്ത ജീവനെ തിരികെ പ്രാപിപ്പാനും നമുക്കെല്ലാവർക്കും നിത്യജീവനെ തരുവാനും അധികാരവും ജീവന്റെ സമൃദ്ധിയും ഉള്ളവനാണ്. അധികാരവും ജീവന്റെ സമൃദ്ധിയും ഉള്ളവൻ. അവനെപ്പോലെ വേറെ ഒരു ദൈവം ഇല്ല. സ്തോത്രം. നമ്മുടെ കർത്താവിനെ പോലെ, യേശുവിനെ പോലെ വേറെ ഒരു ദൈവം ഈ വിധമായ ഗുണഗണങ്ങളോട് കൂടിയവനായിട്ടില്ല. അതുകൊണ്ട് നമുക്ക് അഭിമാനത്തോടെ യേശുവിനെ ദൈവം എന്ന് ആരാധിക്കാം. സ്തോത്രം. എന്ന് ആരാധിക്കാം. എന്തെങ്കിലും ചോദ്യങ്ങളോ വിശദീകരണമോ ഉണ്ടോ? ചോദിച്ചാട്ടെ. ഒന്നും ഇല്ല എന്ന് കരുതട്ടെ. എൺപത്തി 2-ാം സങ്കീർത്തനത്തിൻ്റെ 1-6 വാക്യങ്ങൾ മനുഷ്യരെ ദേവന്മാരെന്ന് വിളിച്ചിരിക്കുന്നതിൻ്റെ ജസ്റ്റ് ഒന്ന് വായിച്ചേക്കുമോ? ദൈവം ദേവസഭയിൽ നിൽക്കുന്നു, അവൻ ദേവന്മാരുടെ ഇടയിൽ ന്യായം വിധിക്കുന്നു. നിങ്ങൾ ദേവന്മാർ ആകുന്നു എന്നും നിങ്ങളൊക്കെയും അത്യുന്നതന്റെ പുത്രന്മാർ എന്നും ഞാൻ പറഞ്ഞു. 6-ാമത്തെ വാക്യം കൂടെ. വായിച്ചു. അപ്പോൾ ഇവിടങ്ങളിൽ മനുഷ്യരെയാണ് ദേവന്മാരെന്ന നിലയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദേവന്മാരെന്ന് ഒരിടത്ത് കണ്ടതുകൊണ്ട് അതുങ്ങൾ ദൈവമൊന്നും ആകണമെന്ന് ഇല്ല. ദൈവമാണെങ്കിൽ ദൈവത്തിൻ്റെ ഈ പരീക്ഷയിലൂടെ ഒന്ന് പോയാൽ മതി, ഒന്ന് കടത്തിവിട്ടാൽ മതി. സ്തോത്രം. അപ്പോൾ ആ യോഗ്യത നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന് മാത്രം ഉള്ളത്. സ്തോത്രം. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ പ്രത്യേകതയായി ഇവിടെ കാണുന്ന മറ്റൊരു കാര്യമാണെന്ത്? 10-ാമത്തെ വാക്യം. ദൈവത്തിൻ്റെ
വായിച്ചു. കർത്താവെ, നീ പൂർവകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, ആകാശവും നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു. അവിടെ ദൈവത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് സൃഷ്ടിപ്പ്. സൃഷ്ടി ചെയ്യുവാനുള്ള കഴിവ്. ഈ പറയപ്പെട്ട സാത്താൻ ഉൾപ്പെടെയുള്ള ദൈവങ്ങളെന്ന് വിളിക്കപ്പെട്ടവയ്ക്കൊന്നും സൃഷ്ടി ചെയ്യുവാൻ കഴിയത്തില്ല. അവയൊന്നും സൃഷ്ടി ചെയ്തതൊന്നും ഇല്ല. സ്തോത്രം. അപ്പം സൃഷ്ടി ചെയ്യുന്നതിനുള്ള പ്രാപ്തിയും ദൈവത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. ആവർത്തിച്ച് യേശുക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യങ്ങളിൽ നമ്മൾ കണ്ടു. അവൻ മുഖാന്തരം സകലത്തെയും ഉളവാക്കി. യോഹന്നാന്റെ സുവിശേഷത്തിലും കൊലോസ് ലേഖനത്തിലുമൊക്കെ നമ്മളത് കണ്ടു. ഈ കാണപ്പെടുന്നവയുടെയും കാണപ്പെടാത്തവയുമായ സകലത്തിൻ്റെയും സ്രഷ്ടാവായവൻ നമ്മുടെ കർത്താവായ യേശു മാത്ര. ഈ ലോകത്തിൽ വല്ല ദൈവങ്ങൾ എന്ന് പറയുന്നെങ്കിൽ ഈ ഗുണഗണങ്ങൾ ഒന്ന് കാണിക്കട്ടെ. സ്തോത്രം. പാപം ക്ഷമിക്കുന്നതിനുള്ള അധികാരം, പരിശുദ്ധൻ, പാപം ചെയ്യാൻ ഒക്കാത്തവനായി പരിശുദ്ധനായിട്ടിരിക്കുന്ന അവസ്ഥ, അതുപോലെ സൃഷ്ടിപ്പിനുള്ള അധികാരം. സ്തോത്രം. പിന്നെ നമ്മൾ നേരത്തെ കണ്ടതാണ് ന്യായവിധിക്കുള്ള അധികാരം. ന്യായവിധിക്കുള്ള അധികാരം. സ്തോത്രം. ന്യായാധിപനായി നിയമിക്കപ്പെട്ടിരിക്കുന്നത് നമ്മുടെ കർത്താവ് മാത്രമാണ്. ബാക്കിയുള്ളവയ്ക്കെല്ലാം നമ്മുടെ കർത്താവിൻ്റെ മുമ്പിൽ വന്ന് വണങ്ങേണ്ടി വരും, നമസ്കരിക്കേണ്ടി വരും. സ്തോത്രം. ഇപ്പൊ ഈ വിധമായ ദൈവത്വത്തിൻ്റെ യോഗ്യതകൾ വേറെ ഉണ്ടല്ലോ, നമുക്കറിയാം. 20-ലധികം ദൈവത്വത്തിൻ്റെ യോഗ്യതകളെ പറ്റി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഈ ഭാഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നേ ഉള്ളൂ. സ്തോത്രം. നിത്യത്വം. സ്തോത്രം. ഇവിടെ കാണുന്നു, അവയെല്ലാം ഉടുപ്പുപോലെ പഴകിപ്പോകും, എന്നാൽ നിന്റെ സംവത്സരങ്ങൾ അവസാനിക്കുകയുമില്ല. സ്തോത്രം. നിത്യത്വം. ഈ വിധമായ യോഗ്യതകളെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ഒരുവൻ മാത്രമേ ഉലകത്തിലുള്ളൂ. സ്തോത്രം. മൂവുലകിലുമുള്ളൂ. അത് നമ്മൾ ആത്മാവിൽ ആരാധിക്കുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. ഈ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ അംഗീകരിച്ച്, സ്തോത്രം, ഈ കർത്താവിനെ സേവിച്ച് ധ്യാനിച്ച് നമുക്ക് മുൻപോട്ട് പോകുവാൻ ദൈവം പിന്നെയും കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഇന്നത്തെ വാക്കുകൾ ഇവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ ബാക്കി നമുക്ക് നാളെ ചിന്തിക്കാം. ഈ വചനം